സ്കൂളൊക്കെ അടയ്ക്കാൻ പോവാം, വേനൽ അവധി തുടങ്ങാൻ പോവാം. അപ്പം എന്താ, വീട്ടിൽ കുട്ടികളെ ആരെയും കാണാൻ പറ്റില്ല, എല്ലാവരെയും വല്ല ഗ്രൗണ്ടിലൊക്കെ നോക്കിയാൽ മതി. പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഈ സമയത്താണ് പല്ല് പോയിട്ട് അധികം മക്കളും വരുക. വീഴ്ചയിൽ സൈക്കിളിൻ്റെ മുകളിൽ നിന്ന് ഉരുണ്ട് വീഴുന്നു, ഓടുമ്പം മറിഞ്ഞ് വീഴുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലുകൾ ഇളകിപ്പോയിട്ട് ചിലരൊക്കെ പല്ലിങ്ങനെ കയ്യിൽ പിടിച്ചിട്ടാണ് വരിക. ഡോക്ടർ എൻ്റെ പല്ല് ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൽസ് ടൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് വേരോടൊക്കെ പിഴുത് കയ്യിൽ വരുക. ഇങ്ങനൊരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ കയ്യിൽ പിടിച്ചൊന്നും വരരുത്. കാരണം ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HBSS അല്ലെങ്കിൽ ഹാൻഡ്സ് ബാലൻസ് സോൾട്ട് സൊല്യൂഷൻ എന്നൊക്കെ ഞാൻ പറയും. പക്ഷേ ഇതൊന്നും കയ്യിൽ കിട്ടാൻ അന്നേരം ഒന്നും കാണില്ല. ഒന്നെങ്കിൽ അതൊന്ന് നമ്മുടെ കവിളിൻ്റെ അല്ലെങ്കിൽ നാക്കിൻ്റെ അടിയിലോ കവിളിൻ്റെ സൈഡിലോ വെച്ചിട്ട് അതേപടി കൊണ്ടുവരും. ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലിൽ ഇട്ടിട്ട് കൊണ്ടുവരാം, വെള്ളത്തിൽ ഇട്ടിട്ട് കൊണ്ടുവരരുത്. കാരണം ഇത് തിരിച്ച് പിടിപ്പിക്കണമെങ്കിൽ നമ്മളുടെ പല്ലും എല്ലുമായിട്ട് പല്ലിനെ കണക്ട് ചെയ്ത് നിർത്തുന്ന മുടിനാരഴ പോലത്തെ ചെറിയ ചെറിയ ഫൈബേഴ്സ് ഉണ്ട്, പെരിഡോണ്ടൽ ലിഗമെന്റ് ഫൈബേഴ്സ് എന്ന് പറയും. ഇതിൻ്റെ സെൽസാണ്, അതിന് ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അതവിടെ പിടിക്കുകയുള്ളൂ. ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാലക്രമേണ പൊഴിഞ്ഞു പോകും. ഇനി എത്ര സമയത്തിൻ്റെ ഉള്ളിൽ വരണം? 15 to 20 minutes ആണ് ഗോൾഡൻ പീരീഡ്.